ഇത് നല്ല സുന്ദരിയായിരിക്കണല്ലേ? നല്ല സുന്ദരിയായിരിക്കും, പഴയതുപോലെ അല്ല. എന്തോറ്റി? ഇതേ മുടി ഇങ്ങനെ രണ്ട് വശത്തേക്ക് പിന്നിട്ടേക്കുന്നോണ്ടായിരിക്കും ഞാൻ സുന്ദരിയായത്. ഇതോളല്ല ഇങ്ങനെ മറ്റേ ഒരു ഉപകാരം ഉണ്ടേ. എന്താണ്? നമ്മളിങ്ങനെ ഓടിപ്പിടച്ച് നടക്കുന്നവരല്ലേ, എവിടെയെങ്കിലും അടിച്ചു തല്ലി വീണ് കഴിഞ്ഞാലേ നമ്മളിങ്ങനെ വീണ് കിടക്കാന്ന് വെച്ചു. ഇങ്ങനെ വീണ് കിടക്കുമ്പോ ഇതേലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങും, ഇങ്ങനെ ഒന്ന് പൊങ്ങും, ഇങ്ങനെ ഒന്ന് പൊങ്ങും, അങ്ങനെ പരസകായില്ലാതെ അങ്ങ് പൊങ്ങും. ഇതേ സ്കൂളില് പരിസ്ഥിതി ദിനമായിരുന്നേ. അപ്പൊ സ്കൂളിൽ നിന്ന് തന്ന ചെടിത്തയ്യ. എന്താണ് പരിസ്ഥിതി? പരിസ്ഥിതി ദിനം. അതെന്താണ് പരിസ്ഥിതി ദിനം എന്ന് വെച്ചാൽ? പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടി കൊണ്ടുവന്ന് അവിടെ നടും, അതങ്ങനെ കിളിച്ചു വരും, അപ്പൊ നമ്മള് വലിയ വൃക്ഷമാവും, തണല് വരും. ഈ പരിസ്ഥിതി ദിനം ഒന്നുമല്ല. അതായത് ഒരു മന്ത്രി രാവിലെ വരും, ഒരു തൈ നടും. ആ തൈ ഒരു ഉച്ചയാകുമ്പോൾ ഒരു ആട് വന്ന് അത് കടിച്ച് തിന്നും. ഒരു രാത്രി ആകുമ്പോൾ ആ മന്ത്രി തന്നെ ആടിനെ കൊന്ന് അങ്ങ് തിന്നും. ആ പരിസ്ഥിതി ദിനം ശുഭം. ഇതെന്താണ് പരിസ്ഥിതി ദിനം? എന്താണ് അങ്ങനെയല്ലേ? കൂടുതൽ തമാശ ഒന്നും പറയണ്ട. കാര്യം രഘുവേട്ടനെ ഒറ്റപ്പെടലിന്റെ വേദന എന്താന്ന് അറിയില്ല. ഒറ്റപ്പെടലിന്റെ വേദന അറിയില്ല. ക്ഷണിക്കാ അറിഞ്ഞോടുന്ന ഞാൻ അനുഭവിച്ചോളാം. നീ അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലിന്റെ വേദന നിനക്കറിയോ? വിളിക്കാത്ത കല്യാണത്തിന് ചെന്നപ്പോഴേ കഴുത്തി കുത്തി വെളിയിൽ ഇറങ്ങിട്ട് ഗേറ്റടച്ച് ആ അന്ന് ഒറ്റപ്പെടലിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയുള്ളൂ. നീ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായ കള്ളം പറയരുതേട്ടാ. അങ്ങനെ പറയുന്നത് പിന്നെ എന്താണ് ആ ഒറ്റപ്പെടലല്ല, പിന്നെ രഘുവേട്ടനെ കാണാതിരിക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നെ കാണാതിരിക്കുമ്പോ നീ എങ്ങനെയാ ഇരിക്കുന്നത്? ഞാനേ രഘുവേട്ടനെ കാണാതിരിക്കുമ്പോ എന്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് രഘുവേട്ടന്റെ. അതെടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കും. എന്നിട്ട് പിന്നെ എനിക്ക് രഘുവേട്ടന്റെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നില്ലേ, അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പട്ടിയെ പോയി ഒരു ഒറ്റ ചവിട്ട് കൊടുക്കും. അപ്പൊ ആ പട്ടി ഇത് കേക്കും ഞാൻ. എന്തോന്ന് മനുഷ്യനെ ജീവിക്കാൻ ശ്രമിക്കല്ലോ.